ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ സെക്ഷനിൽ സാഹിത്യ പുരസ്കാരങ്ങളാണ്. വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ONV പുരസ്കാരം, മാതൃഭൂമി പുരസ്കാരം, അങ്ങനെ കുറച്ചധികം പുരസ്കാരങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കറിയാം, 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2024 ONV പുരസ്കാര മാർക്ക് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറ്റിയവര് ഇപ്പൊ ചോദിക്കുന്ന എങ്ങനെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയേത് അല്ലെങ്കിൽ തെറ്റേത്? ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2024 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു മോഡൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ ആ രീതിക്കും കൂടിയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? പഠിക്കുമ്പോൾ ആ ഒരു ലെവലിൽ, അതായത് ജസ്റ്റ് ഏതെങ്കിലും 1-2 അവാർഡ്സ് മാത്രം പഠിക്കാതെ അതിന്റെ തന്നെ ഇപ്പോൾ വയലാർ അവാർഡാണ് പഠിക്കണമെങ്കിലും ഒരു കുറഞ്ഞതൊരു 2-3 വർഷത്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ അവാർഡ്സിന്റെ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കുക. അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കൃതി ഉണ്ടെങ്കിൽ അത് ഏത് കൃതിക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി പഠിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയാണ്. അത് ഇന്ന ബുക്കിന് അല്ലെങ്കിൽ ഇന്ന കൃതിക്ക് എന്നുള്ളതല്ല. എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന എന്താണ്? കേരള സർക്കാർ നൽകുന്ന ഒരു പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. സമ്മാന തുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് ലഭിച്ചത് 1993 ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇത്രയുമാണ് ബേസിക് അറിയേണ്ടത്. പിന്നെ പഠിക്കേണ്ടത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, 2023 SK വസന്തൻ, 2022 ആണെങ്കിൽ അത് സേതുവാണ്. അപ്പൊ ആരൊക്കെയാണ്? NS മാധവൻ, SK വസന്തൻ, സേതു. അപ്പൊ ഇത്രയുമാണ് എഴുത്തച്ഛൻ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത് രണ്ടും ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. NS മാധവനും ചോദിച്ചിട്ടുണ്ട്, SK വസന്തനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നതാണ്. 5 ലക്ഷം രൂപയാണ്. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. 2024 NS മാധവൻ, 23 SK വസന്തൻ, 22 സേതുവാണ്. നിങ്ങൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതി വെച്ച് വേണം പഠിക്കാനായിട്ട്. ചിലപ്പോൾ ഇപ്പൊ അടുത്ത് തന്നെ 25 ചില കാര്യങ്ങൾ മാത്രമേ 25 കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ 25 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ 25 വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക? ആ 25 ഒരു സ്പേസ് ഇട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരം നമുക്കറിയാം ആരുടെ പേരിലാണ്? നമ്മുടെ G ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായ ഫെബ്രുവരി 2 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചതിന് ശേഷം ആ ഒരു സമ്മാനത്തുകയുടെ 4/1 നിക്ഷേപിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നത്. 30,000 രൂപയാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഓടക്കുഴൽ പുരസ്കാരം. അതിൽ 2024 ഓടക്കുഴൽ പുരസ്കാരം K അരവിന്ദാക്ഷനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ കൃതി? ഗോപ എന്ന കൃതിക്കാണ്. ഇനി 2023 ആണെങ്കിലോ അത് PN ഗോപികൃഷ്ണനാണ്. ഏതാണ് കൃതി? കവിത മാംസഭോജിയാണ്. 2022 ആണെങ്കിൽ അത് അംബികാസുധൻ മങ്ങാടാണ്. എന്താണ് കൃതി? കൃതി പ്രാണവായു എന്ന കൃതിക്കാണ്. അപ്പൊ ഓടക്കുഴൽ അവാർഡ് 2024 K അരവിന്ദാക്ഷൻ ഗോപ, 2023 PN ഗോപികൃഷ്ണൻ, 2022 എന്ന് പറയുന്നത് അംബികാസുധൻ മങ്ങാടാണ്. ഈ അംബികാസുധൻ മങ്ങാടിന് 52ാമത് പുരസ്കാരമാണ്. 52ാമത് ഓടക്കുഴൽ അവാർഡാണ്. PN ഗോപികൃഷ്ണൻ്റെത് 53ാമത് പുരസ്കാരമാണ്. 2024 ഏതാണ്? അപ്പോൾ 54ാമതാണ്. കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. 24, 54, 23, 53. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഏതാണ് 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? അപ്പൊ നമുക്ക് ഡൗട്ട് ആയിരിക്കും, 23 ആണോ 24 ആണോ ചോദിക്കുന്നതെന്ന് ഡൗട്ട് വരരുത്. 24, 54, 23, 53, 22, 52 അങ്ങനെ തന്നെയാണ് പോകുന്നത്. അടുത്ത നോക്കാം, ONV പുരസ്കാരം. ONV പുരസ്കാരം 2017 മുതലാണ് ONV പുരസ്കാരം നൽകി തുടങ്ങുന്നത്. 2017 മുതൽ. അപ്പൊ ആർക്കാണ് 2017 ലഭിച്ചത്? അല്ലെ, 2017 ലഭിച്ചത് നമ്മുടെ സുഗത കുമാരിക്കാണ് 2017 ONV പുരസ്കാരം ലഭിക്കുന്നത്. ഇനി 2017
18 2018 ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ MT വാസുദേവൻ നായർക്കാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. MTക്ക് ONV പുരസ്കാരം ലഭിച്ചത് 2018 2019 അത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. 2020 M ലീലാവതിക്കാണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, ONV പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത, ആദ്യ വ്യക്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണ്? സുഗതകുമാരിയാണ്. ONV പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് M ലീലാവതി. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തരാം. അപ്പൊ എന്താണ്? ശരിയാണ്. 2021 അത് വൈരമുത്തു ആണ്. വൈരമുത്തു. 2022 അത് പത്മനാഭനും. 23 C രാധാകൃഷ്ണൻ. 2024 ONV പുരസ്കാരം പ്രതിഭ റായിക്കാണ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2024 ONV പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പ്രതിഭ റായി. നെക്സ്റ്റ് ആണ് തകഴി പുരസ്കാരം. ആർക്കാണ്? 2023 MK സാനുവിനും 2022 M മുകുന്ദനുമാണ്. M മുകുന്ദൻ, MK സാനു പഠിച്ചു വെക്കുക. തകഴി പുരസ്കാരം 2023 MK സാനു, 2022 M മുകുന്ദൻ. നെക്സ്റ്റ് ആണ് പത്മപ്രഭ പുരസ്കാരം. 2025 പത്മപ്രഭ പുരസ്കാരം, അതായത് 26ാമത് പുരസ്കാരമാണ്. 26ാമത് 25 കൊടുക്കുന്നത്. അപ്പൊ ഇതേതാണ്? ഇത് 25ാമത് പുരസ്കാരം. ഇതേതാണ്? 24ാമത് പുരസ്കാരം. അപ്പൊ പത്മപ്രഭ പറയുമ്പോൾ 24 എന്ന് പറയുമ്പോൾ ഏതാണ്? ഏത് വർഷമാണ്? 2023 ആണെന്ന് ഓർത്തിരിക്കുക. 24ാമത് പുരസ്കാരം 2023 സുഭാഷ് ചന്ദ്രൻ. 2024 റഫീഖ് അഹമ്മദ്. 2025 ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇത് ഏപ്രിൽ 30 കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ്. ചിലപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് OAക്ക് ചോദിച്ചില്ലെങ്കിൽ പോലും വരുന്ന ഡിഗ്രി പ്രിലിംസിനും അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ കയറി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2025 പത്മപ്രഭ പുരസ്കാരമാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. നെക്സ്റ്റ് ആണ് ഹരിവരാസനം പുരസ്കാരം. 2025 ഹരിവരാസനം പുരസ്കാരം ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും. അപ്പൊ ഇനി പഠിച്ചു വെക്കുക. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 അത് PK വീരമണിദാസനാണ്. 2023 അത് ശ്രീകുമാരൻ തമ്പിക്കാണ്. നെക്സ്റ്റ് ആണ് വയലാർ അവാർഡ്. ആർക്കാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്? അശോകൻ ചെരുവിൽ. ഏതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം? കാട്ടൂർ കടവ് എന്ന പുസ്തകത്തിനാണ് 2024 അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. ഇത് 48ാമത് പുരസ്കാരമാണ്. 48ാമത്തെ വയലാർ പുരസ്കാരമാണ് ആർക്ക് ലഭിക്കുന്നത്? അശോകൻ ചെരുവിൽ. ഇനി 47ാമത് 2023 47ാമത് വയലാർ അവാർഡ് ലഭിക്കുന്നത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം. 2022 46ാമത് ആർക്കാണ്? S ഹരീഷിന്റെ മീശ എന്ന കൃതിക്കാണ്. നെക്സ്റ്റ് ആണ് ജ്ഞാനപ്പാന പുരസ്കാരം. പ്രൊഫസർ KP ശങ്കരനാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരം പ്രൊഫസർ KP ശങ്കരൻ. 2024 അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 അത് V മധുസൂദനൻ നായർ. ഇവരുടെയൊക്കെയാണ് ആർക്ക്? ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ബഷീർ സാഹിത്യ പുരസ്കാരമാണ്. 2024 ബഷീർ സാഹിത്യ പുരസ്കാരം PN ഗോപികൃഷ്ണൻ. ഏത് പുസ്തകമാണ്? കവിത മാംസഭോജിയാണ്. 2023 പുരസ്കാരം ആർക്കാണ്? E സന്തോഷ് കുമാർ. എന്താണ്? നരകങ്ങളുടെ ഉപമ. അപ്പൊ ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, നരകങ്ങളുടെ ഉപമ എന്ന കൃതി ആരുടേതാണ്? E സന്തോഷ് കുമാറിൻ്റെതാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ. M മുകുന്ദന്റെ നൃത്തം ചെയ്യുന്ന കുടകൾക്കാണ് 2022 ബഷീർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം. 2024 അഹല്യ ശങ്കറിനും 2023 സുരേഷ് ഗോപിക്കും 2022 MK കുഞ്ഞോനുമാണ്. അത് ആർക്കൊക്കെയാണ്? അഹല്യ ശങ്കർ. 2024 അഹല്യ ശങ്കർ. 2023 അത് സുരേഷ് ഗോപിക്കാണ്. 2022 അത് കുഞ്ഞോനാണ്. MK കുഞ്ഞോൻ. 25,000 രൂപയാണ് എന്തെന്ന് പറയുന്നത്? സമ്മാന തുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രിയയ്ക്കും. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സേതുവിനാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേരള പുരസ്കാരങ്ങൾ. ആരുടെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കേരള പുരസ്കാരങ്ങളിൽ ആദ്യത്തേതാണ് കേരള ജ്യോതി. കേരള ജ്യോതി ആർക്കാണ്? MK സാനു. MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു 2023 ഏതാണ് തകഴി പുരസ്കാരം പറഞ്ഞപ്പോൾ പറഞ്ഞു അത് MK സാനുവിനാണ്. ഇത് 2024 കേരള പുരസ്കാരങ്ങളാണ് പറയുന്നത്. കേരള ജ്യോതി എന്ന് പറയുന്നത് MK സാനുവിനാണ്. പിന്നെ ആർക്കൊക്കെ
ആർക്കൊക്കെയാണ്? എസ് സോമനാഥ്, അതേപോലെ തന്നെ ഭുവനേശ്വരി, ഇവർക്ക് രണ്ടുപേർക്കുമാണ് എന്ത് ലഭിക്കുന്നത്? കേരള പ്രഭ പുരസ്കാരം ലഭിക്കുന്നത്. കേരള പ്രഭ 2 പേർക്ക്. അപ്പൊ ജ്യോതി ഒരാൾക്ക്, പ്രഭ 2 പേർക്ക്, കേരളശ്രീ 6 പേർക്ക്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. കലാമണ്ഡലം വിമല മേനോൻ. ചിലപ്പോൾ ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ കേരള പ്രഭ ലഭിച്ചത് ആർക്ക് അല്ലെങ്കിൽ കേരളശ്രീ ലഭിച്ചത് ആർക്കെന്നൊക്കെ ആയിരിക്കും. അപ്പൊ തിരിഞ്ഞു പോകരുത്. വിമല, കാര്യം ഈ പേരുകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് ആർക്ക്? കേരള പ്രഭ ആർക്ക്, ജ്യോതി ആർക്ക്, ശ്രീ ആർക്കെന്ന് കൺഫ്യൂഷൻ വരരുത്. കലാമണ്ഡലം നിങ്ങൾ പഠിക്കേണ്ടത് ഈ 3 പേര് പഠിച്ചു വെച്ചാൽ മതി. എം കെ സാനുവിനെ ജ്യോതി, എസ് സോമനാഥിനും ഭുവനേശ്വരിക്കും എന്താണ്? പ്രഭയാണ്. ബാക്കി ആർക്കൊക്കെയാണ്? വിമല മേനോൻ, അതേപോലെ ഡോക്ടർ ടി കെ ജയകുമാർ, നാരായണ ഭട്ടതിരി കാലിഗ്രഫർ ആണ്, സഞ്ജു സാംസൺ, പിന്നെയുള്ളത് ഷൈജ ബേബി, പിന്നെയുള്ളത് വി കെ മാത്യൂസ്. ഇങ്ങനെ 6 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം. മറ്റേത് കേരള ജ്യോതിയാണ്, മറ്റേത് എന്താണ്? കേരള പ്രഭയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കണ്ടോ, ആർക്കാണ്? NS മാധവന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്താൻ. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. ശരിയാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. 2024 ശരിയാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ശരിയാണ്. ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അത് അരവിന്ദാക്ഷനല്ലേ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് വേണ്ടത്? തെറ്റായ ജോഡിയാണ്. ഓപ്ഷൻ ഡി 4 മാത്രമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ എല്ലാം പഠിച്ചിരിക്കണം. അല്ലാതെ ഇപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചു, വയലാർ പുരസ്കാരം പഠിച്ചു, നിങ്ങൾ ഓടക്കുഴലും പഠിച്ചില്ല, കേരള ജ്യോതിയും പഠിച്ചില്ല, നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ആയിരിക്കും. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് ഡൗട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2024 ONV സാഹിത്യ പുരസ്കാരം ആർക്കായിരുന്നു? പ്രതിഭ റായിക്കാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായവർ. MK സാനു എന്തായിരുന്നു? കേരള ജ്യോതിയാണ്. അപ്പൊ നമുക്ക് MK സാനുവിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. പിന്നെന്താണ്? പിന്നെയുള്ളത് സോമനാഥും ഭുവനേശ്വരി, സോമനാഥ് ഷൈജ ബേബി. ഷൈജ ബേബിക്ക് എന്തായിരുന്നു? കേരള ശ്രീ ആയിരുന്നു അല്ലെ. അപ്പൊ ആൻസർ വരേണ്ടത് എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇനി ഏതെങ്കിലും അവാർഡ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ് എന്ത് വേണമെന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാലും ഞാനിത് ക്ലാസ് ആയിട്ട് എടുത്തു തരാം. അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.